ഉണ്ട്. മൂത്ത രണ്ടുപേരെയും അത്യാവശ്യം ഒരു 5-6 വർഷം പഠിപ്പിച്ചു. മൂത്ത ആളുടെ അരങ്ങേറ്റവും കഴിഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടറിയാം, സംഗീതം അറിയാം, രണ്ടുപേർക്കും അറിയാം. മൂത്ത രണ്ടുപേർക്കും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അത്രേ വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഈ ഭക്തിഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഹിന്ദു ഭക്തിഗാനങ്ങളിൽ ശബരിമലയെ കുറിച്ചുള്ള പാട്ടുകൾ ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ട്, ഒരുപാട് പാടിയിട്ടുണ്ട്. മകര സംക്രമ പുലരി പാടി സ്വാമിയേ അയ്യപ്പ, പമ്പാ നദിയിലെ ഓളങ്ങൾ പാടി സ്വാമിയേ അയ്യപ്പ. മകര സംക്രമ പുലരി പാടി സ്വാമിയേ അയ്യപ്പ, പമ്പാ നദിയിലെ ഓളങ്ങൾ പാടി സ്വാമിയേ അയ്യപ്പ. മകര ജ്യോതി തെളിഞ്ഞിടും പൊന്നമ്പലമേട് കാണുവാൻ. നല്ല രസമുള്ള പാട്ടുകൾ. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നാഥൻ ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. അത് പാടിയാലും പോകാൻ പറ്റുള്ളൂ. ചുറ്റുമല ആവർത്തിക്കുവാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ചുറ്റുമല എന്ന് പറയുന്ന ഇവിടെ കല്ലട, അവിടെ പോയി ഇതുപോലെ. അപ്പൊ ഈയിടെയൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. പിന്നെ അവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഉള്ള വേറൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പാട്ട് പാടിയതിന് കേസെടുത്തു. അതേപോലെ ഗാനം പാടി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് കേസെടുത്തു. ജോത്സ്നയുടെ പേരിൽ 10:30 മണിക്ക് അപ്പുറം പാടി എന്ന് പറഞ്ഞ് കേസെടുത്തു. അപ്പം എവിടെയും പ്രശ്നങ്ങളാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു 70 കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലില്ല, മതപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ആൾക്കാർക്ക് നല്ല പാട്ട് കേട്ടാൽ മാത്രം മതി, അത് നല്ല രീതിയിൽ പാടി കേൾക്കണം എന്ന് മാത്രമുള്ളായിരുന്നു. കാരണം അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ കേൾക്കാൻ വരുന്നതിൽ 90% ആൾക്കാർ ഈ പാട്ട് നല്ലപോലെ അരച്ച് കലക്കി രജനീഷിനെ പോലെ തന്നെ പഠിച്ചു വരുന്നവരാണ്. അപ്പൊ അവരത് കൃത്യമായിട്ട് പറയും. ഓർക്കസ്ട്രക്കാരാണെങ്കിലും ഇപ്പൊ കീബോർഡോ ഫ്ലൂട്ടോ വയലിനൊക്കെ ആണെങ്കിലും അവര് പറയും ശരിയായില്ലെങ്കിൽ പറയും ശരിയായില്ല കേട്ടാ എന്ന് പറയും. അത്ര ഇന്നിപ്പോ അതല്ല, ഇന്ന് ബഹളം മതി, ഒരു പുക ലൈറ്റ് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ആയിട്ട് മാറി. അപ്പൊ ഞാൻ ഈ ചുറ്റുമലയിൽ ചെന്ന് ആദ്യത്തെ 2 ദേവീസ്തുതി കഴിഞ്ഞപ്പം മുതൽ ആൾക്കാർ ചേട്ടാ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ കുഴപ്പത്തിലാക്കരുതെന്ന് പറഞ്ഞു. അത് ഇവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ കല്ലടക്കാരും മതസാഹോദര്യത്തിൻ്റെ ആൾക്കാരാണ്. അപ്പം അവിടെ 3 വിശുദ്ധരായിട്ടുള്ള 3 പേരുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഒന്ന് കല്ലട മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി, പിന്നെ ഈ കല്ലട ദേവി, പിന്നെ വേറൊരാളുടെ പേര് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. അപ്പൊ ഇവർ 3 പേരും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ ഈ കല്ലട മുത്തപ്പന്റെ പള്ളിയിൽ നിന്നാണ് ഈ ചുറ്റുമല ദേവീക്ഷേത്രത്തിലേക്കുള്ള കൊടി എഴുന്നള്ളിക്കുന്നത്. അതുപോലെ ഈ ഉത്സവം കഴിഞ്ഞിട്ട് ഈ കൊടി തിരിച്ച് കുതിരപ്പുറത്ത് കല്ലട മുത്തപ്പന്റെ പള്ളിയിലേക്ക് കൊണ്ടുചെല്ലുന്നതും ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ അത് പ്രശ്നമല്ല, ചേട്ടൻ ധൈര്യമായിട്ട് പാടിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ 2.25 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ ഇപ്പൊ പാടാന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ട് അവസാനം ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറയാനായി ഇരുന്നത്. പക്ഷെ ഇവർ വിടുന്നില്ല. ചുറ്റും ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഏറ്റവും ബാക്കിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോഴും കാണാം ഒരു 10,000-3,000-4,000 പേര് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവസാനം പാടി ഇസ്രായേലിൽ നിന്ന് അതിന്. അപ്പൊ അത് വലിയൊരു വൈറലായി. പിറ്റേ ദിവസം മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, ന്യൂസ് 18 ഒന്നും വേണ്ട, എല്ലാവരും എടുത്തിട്ട് അങ്ങ് വൈറലാക്കി. അപ്പൊ നമുക്ക് അതും പാടാം, തീർച്ചയായിട്ടും പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഇനി സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ടുകൾ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് പാടിയ പാട്ടുകളും അതേപോലെ പ്രത്യേകിച്ച് ദാസേട്ടന്റെ പാട്ടുകൾ അന്നും ഇന്നും എപ്പോഴും പാടാൻ എനിക്ക് ഭയങ്കര ഒരു താല്പര്യം. കാരണം ഞാൻ എൻ്റെ പാട്ടുകൾ, എൻ്റെ ഒരു ഗാനമേളയ്ക്ക് പാടാനുള്ള പാട്ടുകളൊക്കെ എനിക്കുണ്ട് സിനിമ. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ പാട്ടുകൾ 1-2 പാട്ടുകളെ ഞാൻ പാടാറുള്ളൂ. ബാക്കി മൊത്തം ദാസേട്ടൻ്റെ പാട്ടുകൾ. കാരണം ആ ഒരു കാലഘട്ടത്തിൻ്റെ പാട്ടും അതേപോലെ ആ ശബ്ദം കൊടുക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ അക്ഷരശുദ്ധി,
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് പാടാനേ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ എപ്പോഴും താല്പര്യമാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഈസ്റ്ററിൻ്റെ ഒരു സമയമായതുകൊണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് പാടിയ ഒരു നല്ലൊരു ഈസ്റ്ററിൻ്റെ ഒരു പാട്ട്, ആ ഒരു ഫീല് കിട്ടുന്ന ഒരു പാട്ട് ഞാൻ ഒന്ന് പാടാം. കാൽവരി വഴിയോരം മിഴികൾ കവിഞ്ഞൊഴുകും നേരം കാത്തുനിന്നു വെറോനിക്ക നാഥനെ പരിചരിപ്പാൻ ചെഞ്ചോരപ്പാടുകൾ ഒപ്പുവാൻ. കാൽവരി വഴിയോരം മിഴികൾ കവിഞ്ഞൊഴുകും നേരം കാത്തുനിന്നു വെറോനിക്ക നാഥനെ പരിചരിപ്പാൻ ചെഞ്ചോരപ്പാടുകൾ ഒപ്പുവാൻ. മാമരക്രൂശും താങ്ങി കൊടും പീഡനങ്ങൾ ഏറ്റുവാങ്ങി. മാമരക്രൂശും താങ്ങി കൊടും പീഡനങ്ങൾ ഏറ്റുവാങ്ങി. വന്നു നിന്ന ക്രിസ്തുവിൻ്റെ വദനം അവളൊപ്പി കൈലേസിൽ തിരുമുഖഛായ പതിഞ്ഞു അത്ഭുതം കൂറി ജനം പൊതിഞ്ഞു. കാൽവരി വഴിയോരം മിഴികൾ കവിഞ്ഞൊഴുകും നേരം കാത്തുനിന്നു വെറോനിക്ക നാഥനെ പരിചരിപ്പാൻ ചെഞ്ചോരപ്പാടുകൾ ഒപ്പുവാൻ. ചില ചോദ്യങ്ങൾക്കുള്ള റിസൾട്ട് കണ്ടോ? ചില ചോദ്യം ചോദിക്കാതെ ചിലപ്പോ ഇത് റിസൾട്ട് കിട്ടില്ല. ഒരു ചോദ്യം കൂടെ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചത്, ഒരു പാട്ടും കൂടെ പാടിച്ചാലോ? സൂപ്പർ പാട്ട്, സൂപ്പർ പാട്ട്, ഭയങ്കര രസമല്ലേ? അതെ, എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ വെച്ച് തന്നെ ഭയങ്കര ഫീല് ചെയ്തൊരു പാട്ടാണ്. അപ്പോ ഈസ്റ്ററൊക്കെ അടിപൊളിയാവട്ടെ. ചില ക്രൈസിസ് ഒക്കെ നമുക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ മാത്രം ഒരു ക്രൈസിസിലൂടെ പോകുന്നുണ്ട്, പക്ഷെ അപ്പോഴും നമുക്ക് ചിലതൊക്കെ മറികടക്കാൻ ഈ ആഘോഷങ്ങളൊക്കെ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം ദൈവത്തിൻ്റെ ഒരു താങ്ങ്, അത് മനുഷ്യന് അങ്ങനെയാണ്. ദൈവത്തെയാണ് നമ്മൾ അവസാനം അറ്റ കൈക്ക് വിളിക്കുക. അപ്പം നന്മ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഈസ്റ്ററും അടുത്ത ദിവസങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാം.